എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ? എല്ലാം പോയില്ലേ. താങ്കളുടെ പടത്തിന് മുന്നേ വർക്ക് ചെയ്ത സംവിധായകൻ തന്നെ താങ്കൾക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് എല്ലാ മാധ്യമങ്ങളും വന്നതാണ്. അത് താങ്കൾ കണ്ടില്ല എന്ന് പറയുന്നത് കണ്ടു കാണുമല്ലോ. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. അത് കണ്ടു, അത് പക്ഷെ കണ്ടില്ല. അത് അദ്ദേഹം വിട്ടിട്ട് ഡിലീറ്റ് ചെയ്തായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് വേറെ പിന്നീട് അത് മാധ്യമങ്ങളൊക്കെ അത് എടുത്ത് ന്യൂസ് ആക്കിയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതിനെപ്പറ്റിയും പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. എന്താണ് കമന്റ് ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ടാർണിഷ് ചെയ്യണം? ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആ സിനിമ കാരണമുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ഷീലു ഇബ്രാഹിം തുറന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോ പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നുമില്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ചെയ്താലും ഞാൻ എതിർക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനേ ഒരു പ്രൊഡ്യൂസറാണ്, നടി മാത്രമല്ല. അപ്പൊ എന്നെ പോലുള്ളവർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിരള എണ്ണാനുള്ളവരെ കിട്ടുള്ളൂ. ഒരു പൈസ മുടക്കിയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നവര്. സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ട് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സിനിമകളിലും കയറി അഭിനയിക്കുന്ന ഷീലു എബ്രഹാം. ഒരു വ്യത്യാസം എന്നോട് എല്ലാവരും കാണിക്കും. അത് നെഗറ്റീവായിട്ടായിരിക്കും കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ അതിന് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവർ പറഞ്ഞോട്ടെ, എന്റെ നഷ്ടം തന്നെയാണ്. അത് ഞാൻ എവിടെ ഒന്നും പറയും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേലും രക്ഷപ്പെടാന്ന് കരുതി. പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിയുമില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.